നമുക്ക് ഇനിയിപ്പം ഇവിടുന്ന് നേരെ എവിടെ വേണേലും പോകും. കന്യാകുമാരി, തിരുവനന്തപുരം, ചെന്നൈ വരെ പോകുന്ന എല്ലാ ബസ്സും കിട്ടുന്നു ഇവിടുന്ന്. പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിപ്സ് വാങ്ങിക്കാന്നുള്ള. ഈ 3 ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ചിപ്സ് നല്ല അടിപൊളി ഫേമസ് കട ഉണ്ട്. അതെവിടെയത്? അത് ഇവിടുന്ന് ഒരു 200 മീറ്റർ പോകണം. 200 മീറ്റർ. അപ്പം ഇവിടുന്ന് ഒരു 200 മീറ്റർ പോയി കഴിയുമ്പോൾ നമുക്കുള്ള പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് പഴയ ഒരു മാർക്കറ്റ് ഉണ്ട്. വടശ്ശേരി മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ്. ആ മാർക്കറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ട് ചിപ്സ് നല്ല ഫ്രഷ് ഐറ്റം കിട്ടുന്ന കടയുണ്ട്. നമുക്ക് അവിടെ കൊണ്ട് പോവാം. അതിന് മുമ്പ് നിങ്ങളൊന്ന് കണ്ടോ, ഇത് കണ്ടോ എന്തോരം ബസ്സുകളും അല്ലേ? പിന്നെ നമ്മുടെ ഒക്കെ നാടൊക്കെ വെച്ചിട്ടേ ഇല്ലയോ? ഇവിടൊക്കെ എന്തുവാ അല്ലേ? ഇത് എല്ലായിടത്തും ബസ് സ്റ്റാൻഡൊക്കെ എവിടെ പോകണമെങ്കിൽ ഇവിടെ എല്ലാം കിട്ടും. ചെന്നൈ പോകാനും ചെന്നൈ ആയാലും എവിടെ പോയാലും ഇവിടെ വന്ന ബസ് കിട്ടും. അതാണ് ഇവിടുത്തെ പഴയ ബസ് സ്റ്റാൻഡ് പോയിട്ടേ പോകത്തുള്ളൂ. തിരുവനന്തപുരം വണ്ടിയും ചെന്നൈ വണ്ടിയും പഴയ ബസ് സ്റ്റാൻഡ് പോകത്തില്ല. ബാക്കി എല്ലാ വണ്ടിയും പഴയ ബസ് സ്റ്റാൻഡ് വന്നിട്ടേ പോകത്തുള്ളൂ. ഈ രണ്ടിടം തിരുവനന്തപുരവും ചെന്നൈ ഇവിടുന്ന് ഡയറക്റ്റ് അങ്ങ് പോവാം. തിരുവനന്തപുരം അങ്ങോട്ടും ചെന്നൈ ഇങ്ങോട്ടും. കിഴക്ക് പടിഞ്ഞാറ്. അപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പം നാഗർകോവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിന്റെ ഏത് മുക്കിലും മൂലയിലേക്കുള്ള ബസ് കിട്ടും ഇല്ലേ? അതാണ് ഇവിടുത്തെ പ്രത്യേകത. തന്നെ അതുപോലെ ബിസിയാണ്. ഓക്കെ, ബസ് കൂടുതലും ഇവിടെ തിരുനെല്ലി പോകണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങിയാൽ പിന്നെ ഇടയ്ക്ക് ഷോപ്പില്ല, നേരെ തിരുനെല്ലിയേ ഉള്ളൂ. ഇവിടെ തുടങ്ങുക നേരത്തെ തിരുനെല്ലി, ഇടയ്ക്ക് ഒരു സ്റ്റോപ്പും ഇല്ല. പോയിന്റ് ടു പോയിന്റ്, സ്റ്റാർട്ടിംഗ് ടു എൻഡ്. അതാണ് തിരുനെൽവേലി. അപ്പൊ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 കിലോമീറ്റർ ഇവിടുന്ന് എങ്ങോട്ടാ? തിരുനെൽവേലി. പക്ഷെ ഇവിടെ തുടങ്ങിയ വണ്ടി നിർത്തുന്നത് തിരുനെല്ലില്ല, വേറെ ഇടയ്ക്ക് ഒന്നും സ്റ്റോപ്പില്ല. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ, തമിഴ്നാട്ടിലെ ഒരു ട്രഡീഷണൽ സാധനമാണ് പൂവില്ലാതെ ഒരു ജീവിതമില്ലേ. പഴക്കട. പഴയ മാർക്കറ്റ് നമ്മൾ അന്ന് കണ്ടില്ല, നേരത്തെ കണ്ടില്ലേ? അതല്ല, ഇതാ പഴയ മാർക്കറ്റ്. കണ്ടോ, പഴയ മാർക്കറ്റാ. നാഗർകോവിൽ പഴയ മാർക്കറ്റ്. ഇത് കണ്ടോ, ഇത് മോശമൊന്നുമല്ല. അങ്ങോട്ട് പോണം. ഇത് കണ്ടോ, പച്ചക്കറി, ഫ്രൂട്ട്സ് എന്താ വേണേലും കിട്ടും. അടിപൊളി മാർക്കറ്റാണേ. നമ്മൾ ഇനിയിപ്പം ഇവിടുന്ന് നേരെ പോണം. എടാ വെച്ചാല് ചിപ്സ് സെന്റർ നോക്കിയുള്ള പോക്കാണേ. നേരത്തെ കാണിച്ചില്ലേ ശരി. അപ്പൊ ഇത് പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് പുതിയ മാർക്കറ്റിലാണ്. ഇത് പഴയ മാർക്കറ്റാണ്. കുഴപ്പമൊന്നുമില്ല, പണ്ടത്തെ മാർക്കറ്റാണ്. എല്ലാ സാധനവും കിട്ടും ഇവിടെ, എല്ലാ ഐറ്റവും കിട്ടും. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇഷ്ടം പോലെ ഒന്ന് വാങ്ങിച്ചോണ്ടോ. അപ്പൊ ഇനി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വറപ്പ് കിട്ടുന്ന സ്ഥലം അല്ലേ? വറപ്പില്ല, കട ഫേമസ് കൊച്ചു കടയാണ്. ഈ പണ്ട് പറഞ്ഞോട്ട് തിരുനെല്ലി അൽവാൻ പറയത്തില്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു കടയാണ്. പക്ഷെ മുട്ടിഞ്ഞ കച്ചവടം ടേസ്റ്റുവാ അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടെ അടിപൊളിയാണേ, സൂപ്പറാണ്. നമ്മൾ നോക്ക്, ഇത് അടുക്കി വെച്ചേക്കുന്നതിനെ അല്ലേ? അടുക്കി വെച്ചേക്കുന്നതിനെ അടിപൊളി. 80 രൂപയ്ക്ക് ആപ്പിള്, അടിപൊളി. അപ്പോൾ ഇതാണ് നാഗർകോവിൽ മാർക്കറ്റ്, പഴയ മാർക്കറ്റ്. சொன்னப்போ നമ്മളെ ഈ പിന്നെ കന്യാകുമാരി വന്ന് നിൽക്കുമ്പോഴേ നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് നിൽക്കുമ്പോൾ ഇവിടുത്തെ വൈബും നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റാൻഡും തമ്മിലൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമ്മൾ സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ മൊത്തം കാണണമെങ്കിൽ അത് തന്നെയല്ല, ഇവിടുത്തെ ഒരു ആൾക്കാരെ കണ്ടോ? ആൾക്കാരിലെ ഓരോ സ്ഥലത്തിന് പേരുണ്ടോ? ഓരോ സ്ഥലത്ത് പോകുന്ന സ്ഥലമുണ്ട്, അവിടെ ബസ് നിർത്തത്തോളം തന്നെയല്ല. തിരുവനന്തപുരം പോകുന്ന ആ സൈഡായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും തന്നെയല്ല, അതുപോലെ ആൾക്കാരുവാ. ഭയങ്കര ബിസിയാണ്. എല്ലാ വണ്ടിയും ഫുള്ളാ. തന്നെയല്ല, ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് നമ്മുടെ പിന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡ് അല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുമോ? എന്ത് വൃത്തിയാണ്. അല്ല, എന്താ ക്ലീൻ ആൻഡ് നീറ്റാണ്. നോക്കി, ഒരു പേപ്പർ കഷ്ണം പോലും കിടപ്പില്ല. ഓക്കെ, ശരിക്കും തമിഴ്നാട്ടിലേ സർക്കാർ ശരിക്കും ജനങ്ങളെ സേവിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അവർ മോട്ടിക്കുന്നുണ്ടാവും അല്ലയോ?
മോട്ടിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലാണെങ്കിലും മോട്ടിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലാണെങ്കിലും മോട്ടിക്കുന്നുണ്ട്, എല്ലായിടത്തും മോട്ടിക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. ആ പേരുണ്ടോ, ആ പേര് ഇടത്തുള്ളൂ. അപ്പൊ ആൾക്ക് തിരക്കിറക്കണ്ട, അവിടെ എന്നാ മതി, ആ ബസ് അവിടെ വരും. അതെ അതെ അതെ. കണ്ടോ, ഇത് ചെട്ടിക്കുളം, കണ്ണംകുളം, ചെട്ടിക്കുളം, അതെല്ലാം ഇങ്ങനെ ഇവിടെ ഇവിടെ ബസ് കിട്ടും. പിന്നെ നമ്മുടെ അവിടെ ആണെങ്കിൽ കൊല്ലം എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എറണാകുളം ബസ് മാത്രമേ വരത്തുള്ളൂ. ബസ് അവിടെ വരത്തില്ല. അങ്ങനെ ഇവിടുത്തെ ബസ് കണ്ടോ, ബസ്സിന്റെ ഒരു സിസ്റ്റം കണ്ടില്ലേ, നോക്ക് കണ്ടോ, എന്തോ അടിപൊളിയാണ്. നോക്കെ എന്തോ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, വണ്ടി കഴിവും എല്ലാം ചെയ്താണ്. അടുത്തത് കണ്ട് നോക്കിയേ, എന്താ രസം. സീറ്റിംഗ് കപ്പാസിറ്റി അത് ഇത് എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വന്ന വണ്ടിയാണേ, കണ്ടോ എന്ത് സെറ്റപ്പിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതായത് നമ്മളവിടെ കുറെ സാധനങ്ങളും ചുമ്മാ FB വന്നിട്ട് തള്ളാനായിട്ടൊരു മന്ത്രി. കോയമ്പത്തൂർ വണ്ടി ആണ്ട് കോയമ്പത്തൂർ പോകുന്ന വണ്ടിയാണേ. നോക്കി എന്താ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. സീറ്റിങ് അല്ലയോ, നല്ല കംഫർട്ടാ. ഈ സ്ഥലത്ത് ആ സ്ഥലത്ത് പോകുന്ന ബസ് അവിടെ വരും. ആ ഒരു ബെയിൽ കൊണ്ട് മേളിൽ എഴുതിയേക്കുന്ന അവിടെ കൊണ്ട് നിർത്തും. ഇങ്ങനൊക്കെ വേണം ഇല്ലയോ, ഗവൺമെന്റ് ആയാലും ഇങ്ങനൊക്കെ വേണം. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വേണം, അല്ലാതെ ജനങ്ങളുടെ കയ്യിലേതും മുച്ചൂടം മുടിക്കുന്ന ഒരു ഗവൺമെന്റ് ആവാൻ പാടില്ല അല്ലേ. നമ്മുടെ വിഷമം കൊണ്ടാ പറയുന്നത്, പാർട്ടിയൊന്നും അല്ല. നമ്മൾ ഓരോരുത്തർക്ക് ചെന്ന് അല്ലയോ നമ്മുടെ എക്സ്പീരിയൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മറ്റൊരിടത്ത് ചെല്ലുമ്പോഴല്ലേ നമ്മുടെ നാട്ടിലെ വില അറിയത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നത് വേറൊരിടത്ത് ചെല്ലുമ്പോഴാണ്. അപ്പൊ അതിനകത്ത് രാഷ്ട്രീയം ഒന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയുന്നു എന്നുള്ളേ ഉള്ളൂ. അത് നമ്മൾ പറയുകയും ചെയ്യും. എവിടെ സേലം വണ്ടി കാണണ്ടോ, നോക്കി എവിടെ പോയാലും വണ്ടി കിട്ടും. തമിഴ്നാട്ടിൽ എവിടെ പോണേലും പമ്പ കണ്ടു എടുത്തില്ല, വീഡിയോ എടുത്തില്ല. പമ്പയ്ക്ക് ബസ് ഉണ്ട് ഇവിടുന്ന്. അപ്പൊ അങ്ങനെ അത്രയ്ക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ശരിക്കും ഒരു ബിഗ് സല്യൂട്ട്. എല്ലാരും ആ ബസ്സിൽ കയറി എല്ലാരും ഇറങ്ങുന്ന എവിടാന്ന് ചോദിക്കുന്നു. ആ കറക്റ്റ് ആവുന്നുണ്ടെ അവിടെ അല്ലേ ഇറങ്ങാറാവുന്ന സ്ഥലം പറയുന്നു, ഇരിക്കാനുള്ള സ്ഥലം പറയുന്നുണ്ടെ അവിടോട്ട് പോയി ഇരിക്കാൻ പറയുന്നു. അങ്ങനെ എന്തൊരു ഹോസ്പിറ്റാലിറ്റി അവർ തരുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും സൂപ്പറാണ് കേട്ടോ, ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അടിപൊളി. ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും വരത്തില്ല എന്നുള്ള 100%. ഇത്രയും 10-40 വർഷം നമ്മുടെ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് പറയുകയാണ്, ഒരിക്കലും ആരൊക്കെ വന്നാലും ഏത് കൊടി മാറിയാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സിസ്റ്റം വരത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കൊടൈക്കനാൽ പോകുന്ന വണ്ടിയാണേ. ഓക്കെ, അടിപൊളി. കളിക്കാവള തിരുവനന്തപുരം പോകുന്നതാണേ. അതുണ്ടോ, എങ്ങോട്ട് പോണം, എവിടോട്ട് പോണം, വണ്ടിയെല്ലാം ഫുള്ളാ. അതെ, ഈ സ്റ്റാൻഡ് പണ്ട് കുളമായിരുന്നു. അത് നികത്തിയെടുത്തില്ല, വലിയ കുളമായിരുന്നു. അത് നികത്തിയെടുത്താണ് ഈ ഒരു സെറ്റപ്പിൽ ആക്കിയെടുത്തത് കേട്ടോ. ഇതേ കണ്ടോ, നമ്മളെ നാഗർകോവില് അടിപൊളിയാണേ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നെയിം ബോർഡ് ഒന്നും വേണ്ടേ. MGR നാഗർകോവിലില് MGR അണ്ണന്റെ ഒരു സ്റ്റാച്ചു ആണ്, കടശ്ശേരി. അടിപൊളിയാണ്. ഓ, നമുക്ക് പോകേണ്ട റോഡ് ഇതുവഴിയാണ്. അതുകൊണ്ട് അതാണ് അങ്ങ് കാണുന്നതാണ് ചിപ്സ് സെന്റർ. നമുക്ക് അവിടെ പോയി കുറച്ച് ചിപ്സൊക്കെ വാങ്ങിക്കാം. ഇവിടെ എവിടെ എരി കാക്കിലോ തരും. വേണോ വേണ്ട, കാക്കിലോ ചിപ്സ് കൊടുത്താണ്. അര കിലോ ചിപ്സ് കൊള്ളാം, സൂപ്പറായിട്ടുണ്ടേ, നല്ല ടേസ്റ്റ് ഉണ്ടേ. പിന്നെ വേറെ വല്ലതും വേണം. ഉപ്പ് എരിയൊക്കെ ഉള്ള എരിയുള്ളതാണോ? ഏത് ഇതിന് എരിയുണ്ടോ? എരിയുള്ളതാണ്. എന്നാ പിന്നെ അതുകൂടെ കാക്കിലോ വാങ്ങിക്കാം. കാക്കിലോ വേണ്ട, 100 നേരത്തെ ക്യാമറ நீங்கதான் இங்கதான். ஆமா, அப்படியா?
കഴിച്ചു നോക്കി, സൂപ്പറാണ് കേട്ടോ. പ്രത്യേകിച്ചും ആ ബനാന ചിപ്സിന്റെ ഒരു കാര്യം, ഒരു ടേസ്റ്റ് അത് എടുത്ത് പറയാതിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങൾ മോശമാകാൻ വഴിയില്ല.